ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ടെക് ഹബ്ബായ ബംഗളൂരുവിൽ തൊഴിൽ പ്രതിസന്ധി പിടിമുറുക്കുന്നു. നിരവധി ജീവനക്കാരെ IT കമ്പനികൾ പിരിച്ചുവിടാനൊരുങ്ങുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ 1,00,000-ലധികം ജീവനക്കാരെയാണ് വിവിധ IT കമ്പനികൾ പിരിച്ചുവിട്ടത്. അതിനു പുറമെ വീണ്ടും ജീവനക്കാരെ വ്യാപകമായി വെട്ടിക്കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറെടുക്കുന്നതായാണ് വിവരം. ഇതിൽ ഇ-കൊമേഴ്സ് ഭീമനായ ആമസോൺ ആണ് മുന്നിലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കമ്പനി ഏകദേശം 14,000 ജീവനക്കാരെ കുറയ്ക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. പിരിച്ചുവിടലുകൾക്ക് പുറമെ AI, ഓട്ടോമേഷൻ എന്നിവയുടെ ദ്രുതഗതിയിലുള്ള ഉയർച്ചയും തൊഴിൽ പ്രതിസന്ധി രൂക്ഷമാക്കാൻ ഇടയാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ടെക് മേഖലയ്ക്ക് പുറമെ ബംഗളൂരുവിന്റെ ഭവന വിപണി, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ, പ്രാദേശിക ബിസിനസ്സുകൾ എന്നിവയെയും പ്രതിസന്ധി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. നഗരത്തിൽ നിന്നും ടെക്കികൾ ഉൾപ്പെടെയുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക് വസ്തുവിലയും കുറയാനിടയാക്കും. ഇത് നഗരത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഗുരുതരമായ വെല്ലുവിളി ഉയർത്തും. വേതനം കുറഞ്ഞ ജീവനക്കാരെയാണ് ഇത് കൂടുതൽ ബാധിക്കുക. റിയൽ എസ്റ്റേറ്റിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയ നിരവധി ഭൂ ഉടമകൾക്കും ഇത് കനത്ത വെല്ലുവിളി ഉയർത്തും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്ത് കാറുകളുടെ വില ഉയരും. ടാറ്റ മോട്ടോഴ്സ്, കിയ, മാരുതി സുസുക്കി എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ മുൻനിര കാർ നിർമ്മാതാക്കൾ അടുത്ത മാസം മുതൽ വില വർധന പ്രഖ്യാപിച്ചു. പുതുതായി കാറുകൾ വാങ്ങാനിരിക്കുന്നവർക്ക് തിരിച്ചടിയാണ് വില വർധന. രാജ്യത്തെ ഏറ്റവും വലിയ കാർ ബ്രാൻഡായ മാരുതി സുസുക്കിയാണ് ആദ്യം വില വർധന പ്രഖ്യാപിച്ചത്. എല്ലാ മോഡലുകൾക്കും 4% വരെ വില കൂടും. വർദ്ധിച്ചു വരുന്ന ഉൽപാദന പ്രവർത്തന ചെലവുകളാണ് ഇതിന് കാരണമായി കമ്പനി ചൂണ്ടിക്കാട്ടിയത്. പിന്നാലെ ടാറ്റ മോട്ടോഴ്സും വാഹനവില ഉയർത്തുന്നതായി പ്രഖ്യാപിച്ചു. വില വർധനവിന്റെ തോത് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പാസഞ്ചർ വാഹന ശ്രേണിയിലും ഏപ്രിൽ മുതൽ വില ഉയർത്തുമെന്ന് കമ്പനി അറിയിച്ചു. കിയ ഇന്ത്യയും 3% വരെ വില വർദ്ധിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സും കിയ ഇന്ത്യയും ഈ കലണ്ടർ വർഷത്തിൽ നടത്തുന്ന രണ്ടാമത്തെ വില വർധനമാണിത്. ടാറ്റ മോട്ടോഴ്സ് കഴിഞ്ഞ ജനുവരിയിൽ കാറുകൾക്ക് 3% വില വർദ്ധിപ്പിച്ചത്. ഇനി മറ്റു നിർമ്മാതാക്കളും വില കൂട്ടുമോ എന്നാണ് വിപണി വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിഴിഞ്ഞം ഭൂഗർഭ റെയിൽപാതയ്ക്ക് മന്ത്രിസഭയുടെ പച്ചക്കൊടി. 1482.92 കോടി രൂപയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി നൽകിയത്. വിഴിഞ്ഞം ഭൂഗർഭ റെയിൽവേ പാതയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ടിന് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വിഴിഞ്ഞം തുറമുഖത്തെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന 10.76 കിലോമീറ്റർ ദൂരം വരുന്ന റെയിൽപാതയിൽ 9.5 കിലോമീറ്ററാണ് ഭൂമിക്കടിയിലൂടെ നിർമ്മിക്കുന്നത്. കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. ന്യൂ ഓസ്ട്രിയൻ മെത്തേഡ് എന്ന സാങ്കേതിക വിദ്യയാവും ഭൂഗർഭപാതയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 150 മീറ്റർ അടുത്തുനിന്ന് തന്നെ ഭൂഗർഭപാത ആരംഭിക്കും. ടേബിൾ ടോപ്പ് രീതിയിലാവും ഭൂഗർഭപാത ബാലരാമപുരത്തേക്ക് എത്തുക. ഇവിടെ നേമം ബാലരാമപുരം റെയിൽവേക്ക് സമാന്തരമായി സഞ്ചരിച്ച് ബാലരാമപുരത്ത് ചേരും. വിഴിഞ്ഞം ബാലരാമപുരം റോഡിന്റെ അതേ അലൈൻമെന്റിൽ ഭൂനിരപ്പിൽ നിന്ന് 30 മീറ്ററെങ്കിലും താഴ്ചയിലാവും പാത കടന്നുപോകുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ വികസനത്തിൽ പ്രധാനമായ ഈ അനുബന്ധ പദ്ധതിയുടെ ചിലവ് 1482.92 കോടി രൂപയാണ്. 2028 ഡിസംബറിന് മുൻപേ റെയിൽവേ പാത ഗതാഗത യോഗ്യമാക്കുകയാണ് ലക്ഷ്യം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കൊന്നും പണം തടസ്സമാകില്ലെന്ന് സംസ്ഥാന ബജറ്റിൽ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇലക്ട്രിക് വാഹനങ്ങളിൽ വിപ്ലവകരമായ നേട്ടം കൈവരിച്ച് ചൈനീസ് കമ്പനിയായ BYD 5 മിനിറ്റ് ചാർജ് ചെയ്താൽ 470 കിലോമീറ്റർ ഓടാൻ കഴിയുന്ന ബാറ്ററി വികസിപ്പിച്ചതായാണ് കമ്പനിയുടെ അവകാശവാദം. ഇലക്ട്രിക് വാഹനങ്ങൾക്കായി 1000 കിലോവാട്ട് ചാർജിംഗ് വേഗതയുള്ള സൂപ്പർ പ്ലാറ്റ്ഫോം ഓൾ ന്യൂ ഇലക്ട്രിക് ആർക്കിടെക്ചറാണ് BYD ഒരുക്കിയിരിക്കുന്നത്. പുതുതായി വികസിപ്പിച്ച ഫ്ലാഷ് ചാർജ് എന്ന് വിശേഷിപ്പിക്കുന്ന ബ്ലേഡ് ബാറ്ററിയിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ബാറ്ററിയുടെ ഭാരവും ശേഷിയും നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതിവേഗ ചാർജിംഗ് സംവിധാനത്തിൽ പോലും ബാറ്ററിയുടെ ചൂട് നിയന്ത്രിക്കാനാകുമെന്ന് കമ്പനി പറയുന്നു. ടെസ്ല നിർമ്മിച്ചിട്ടുള്ള V4 ചാർജറിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ചാർജിംഗ് സാധ്യമാക്കുമെന്നാണ് BYD നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. BYDയുടെ പുതിയ ഹാൻ എൽ സെഡാൻ, ടാങ് എൽ SUV മോഡലുകളിലായിരിക്കും ഈ സാങ്കേതിക വിദ്യ ആദ്യമായി നൽകുക. ഈ മോഡലുകൾ എത്തുന്നതിന് മുന്നോടിയായി അതിവേഗം ചാർജിംഗ് സാധ്യമാക്കുന്ന 4000 സൂപ്പർ ചാർജിംഗ് സ്റ്റേഷനുകൾ ചൈനയിലുടനീളം BYD സ്ഥാപിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
9 മാസത്തിലധികം നീണ്ട ബഹിരാകാശ ജീവിതം അവസാനിപ്പിച്ച് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തി. ക്രൂ 9-ലെ മറ്റംഗങ്ങളും സുരക്ഷിതരായെത്തി. ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:27 മെക്സിക്കോ ഉൾക്കടലിലാണ് ഡ്രാഗൺ പേടകം ഇറങ്ങിയത്. മാസങ്ങൾ നീണ്ട ദൗത്യത്തിനാണ് ബുധനാഴ്ച പുലർച്ചെ പരിസമാപ്തിയായത്. 4 യാത്രികരെയും പേടകത്തിനരികിലെത്തിയ സ്പേസ് റിക്കവറി കപ്പലിലേക്ക് മാറ്റി. ഒരു നിമിഷം നിവർന്നു നിൽക്കാൻ അനുവദിച്ച ശേഷം സ്ട്രെച്ചറിലാണ് ഇവരെ കപ്പലിലേക്ക് മാറ്റിയത്. പേടകത്തിന് പുറത്തെത്തിയതോടെ സുനിത വില്യംസ് ഉൾപ്പെടെ എല്ലാവരും അതീവ സന്തുഷ്ടരായി ക്യാമറയിലൂടെ ലോകത്തെ അഭിവാദ്യം ചെയ്തു. സുനിതയെയും ബുച്ചിനെയും നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലെത്തിച്ച വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി. ബഹിരാകാശത്തെ ഗുരുത്വാകർഷണമില്ലാതെ ഇത്രനാൾ കഴിഞ്ഞ 2 പേർക്കും ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി വീണ്ടും ഒത്തുപോകാനുള്ള സഹായങ്ങൾ ഇവിടെ നിന്ന് നൽകും. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:35 ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വിടുതലായത്. നിക് ഹേഗ്, സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ. സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യ കാലാവധി നീട്ടേണ്ടി വന്നു. നീണ്ട 9 മാസത്തെ ദൗത്യം ആവേശകരമായി പൂർത്തിയാക്കിയാണ് ഇവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. കഴിഞ്ഞ ജൂൺ 5 ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ISSലേക്ക് കുതിച്ചത്. വെറും 8 ദിവസം മാത്രമായിരുന്നു ദൗത്യ കാലയളവ്. എന്നാൽ സാങ്കേതിക തകരാർ കാരണം മടങ്ങിവരാനായില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.